കൃഷിയിൽ താല്പര്യമുള്ളവരെപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് NPK എന്താണെന്നുള്ളത്. ഇത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വളങ്ങളാണ്. ഇത് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ 3 പ്രധാന പോഷകങ്ങളാണ്. നൈട്രജൻ ഇലകളുടെ വളർച്ചയ്ക്കും, ഫോസ്ഫറസ് വേരുകൾക്കും പൂക്കൾക്കും വേണ്ടിയിട്ടും, പൊട്ടാസ്യം ചെടികളുടെ മൊത്തത്തിലുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നൈട്രജൻ ഇലകൾക്ക് പച്ചനിറം നൽകാനും വേഗത്തിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഫോസ്ഫറസ് ആണെങ്കിൽ വേരുകളുടെ വികാസത്തിനും പൂവ്, കായ എന്നിവയുടെ ഉൽപ്പാദനത്തിനും അത്യന്താപേക്ഷിതമാണ്. പൊട്ടാസ്യം എന്നുള്ളത് ചെടികളുടെ ആരോഗ്യത്തിനും ജലാംശം നിലനിർത്താനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, NPK വളങ്ങൾ മണ്ണിൽ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വിളകൾ നടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം. മണ്ണിൻ്റെ ഗുണനിലവാരമൊക്കെ അനുസരിച്ചിട്ട് കൃത്യമായ അളവിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ പച്ചക്കറി തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വളമാണ് NPK എന്നുള്ളത്. അത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 gram/L എന്ന തോതിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.